എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും ഒരുപാട് ഉപകാരപ്പെട്ട ഒരു വീഡിയോയും തന്നെ ആയിരിക്കും. കാരണം പല ആൾക്കാർ എന്നോട് വീഡിയോയിൽ കമന്റ് ഇട്ട് ചോദിക്കാറുണ്ട്, എന്നോട് നേരിട്ട് ഫോണിലൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്ന് കുറച്ച് ആൾക്കാർ പറയാറുണ്ട്. പലരുടെയും വീഡിയോ കണ്ടിട്ടാണേ. നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ യൂട്യൂബ് തുറന്നു നോക്കിയാൽ ഇതാണ് കൂടുതൽ എല്ലാവരും ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മളെല്ലാവരും അത് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ, ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് സാധിക്കും, രാവിലെ നിങ്ങൾ ചെയ്ത് വൈകിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപ ഇപ്പം കിട്ടും, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും ഇതിന് പ്രാക്ടീസ് ചെയ്യും. പക്ഷെ ചില ആളുകൾക്ക് അതങ്ങ് സക്സസ് ആവും, ചില ആളുകൾക്ക് നടക്കാറില്ല. അതിന് കാരണം നമ്മൾ തന്നെയാണ്. ഈ മെത്തേഡ് 100% സക്സസ് ആയതാണ്. ലോ ഓഫ് അട്രാക്ഷന്റെ മെത്തേഡുകളെല്ലാം 100% ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അതാണ് അതിൽ വരുന്ന വ്യത്യാസം. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ ആദ്യം ഇത് ചെയ്യാൻ ക്വാളിഫൈഡ് ആണോ എന്ന് നമ്മൾ നോക്കണം. അത് വേറെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ക്വാളിഫിക്കേഷനോ പണമോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമ്മുടെ വലിയ രീതിയിലുള്ള ജീവിത ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സിനെ അതിന് തയ്യാറെടുപ്പിക്കണം. അതാണ് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെയുള്ള മെത്തേഡ് എല്ലാം നടക്കുന്നത് ശാന്തമായ മനസ്സിലാണ്. നമ്മൾ ടെൻഷനായിട്ടും മറ്റുള്ളവരോട് വഴക്ക് കൂടി ഇപ്പൊ തന്നെ ഈ മെത്തേഡ് അങ്ങ് ചെയ്ത് ഞാൻ കുറച്ച് രൂപ എനിക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാം എന്ന് ആരും കരുതണ്ട. അത് നടക്കത്തില്ല. നമ്മൾ ശാന്തമായിരിക്കുക, കുറച്ച് സമയം ശാന്തമായിരുന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ കാണും നമ്മുടെ ഗോൾ, നമ്മുടെ എയിം അല്ലെങ്കിൽ നമ്മുടെ ആ ഡ്രീം നമ്മൾ സെലക്ട് ചെയ്യുക. ആദ്യത്തെ കാര്യം സെലക്ഷനാണ്. സെലക്ട് ചെയ്ത് വയ്ക്കുക. ഒരു കാര്യം, നമുക്ക് ആ ഒരു കാര്യത്തിലായിരിക്കണം നമ്മളുടെ ആ ഫോക്കസ്. ആ ഒരു കാര്യം നമ്മൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടി അതിനായിട്ട് നമ്മൾ ശ്രമിക്കാം. അതാണ് നമുക്ക് സാധിച്ചെടുക്കേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിനെ ഒന്ന് ത്വരിതപ്പെടുത്തി എടുക്കുക. മനസ്സ് ശാന്തമാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല എളുപ്പം ഡീപ്പ് ബ്രീത്തിങ് ആണ്. നന്നായിട്ട് ശ്വാസം എടുക്കുക. ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് മനസ്സ് ശാന്തമാക്കുന്ന രീതി, ഡീപ്പ് ബ്രീത്തിങ്. നന്നായിട്ട് ശ്വാസം എടുക്കുമ്പോൾ വയറ് മാക്സിമം ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉയർന്നു വരണം. ശ്വാസം വിടുമ്പോൾ വയറ് മാക്സിമം നട്ടലിനോട് ഒട്ടി വലിയണം. അപ്പൊ ഇൻഹേൽ എക്സെയിൽ. ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉയർന്നു വരിക, ശ്വാസം വിടുമ്പോൾ വയറ് താഴ്ന്നു വരിക. അങ്ങനെ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് കുറേ സമയം നമ്മൾ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ ശ്വാസം എടുക്കുന്നതും വിടുന്നതും മാത്രം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവും. അപ്പൊ ശാന്തമായ മനസ്സിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇത് സ്ഥിരമായിട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്. പുതിയതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നമ്മൾ ആദ്യം ഒരു ചെറിയ എമൗണ്ട് ആണ് കാണേണ്ടത്. എമൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യമായാലും നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ ഒരു കാര്യമായാലും എല്ലാം ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പം നമുക്കൊരു 1,000 rupees വേണം, ഒരു 1,000 രൂപ വേണം. അതിനു വേണ്ടി നമ്മൾ കാണുക. ആ രൂപ നമ്മളിലേക്ക് വരുന്നതായിട്ട് ശാന്തമായ മനസ്സിലിരുന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് കുറച്ച് സമയം നമ്മുടെ പുരിക മധ്യത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ മനസ്സിനെ ഒരു മെഡിറ്റേഷൻ ഭാവത്തിലേക്ക് കൊണ്ടുവരിക. മെഡിറ്റേഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞെന്ന് വലിയൊരു സംഭവമൊന്നുമല്ല. നമ്മുടെ കണ്ണടച്ചിരുന്ന് നമ്മുടെ ആജ്ഞാചക്രമാണ് പുരിക മധ്യം. ആ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് സമയം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പം ആദ്യം ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ മെത്തേഡ് ചെയ്യുക. പുരിക മധ്യത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണോ കാണുന്നത് അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന ഒന്നേയല്ല. ഉറക്കം നമുക്ക് ആരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഉറക്കം സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ധ്യാനം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഈ ആഗ്രഹം നിങ്ങൾ കാണുവാണെങ്കിൽ 100% സക്സസ് ആയിട്ട് നടക്കും. അതുപോലെ നിങ്ങൾ അങ്ങോട്ട് ചെന്നിരുന്ന് എനിക്ക് 1,00,000 രൂപ വേണം, ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഉള്ള കാര്യമാണ് പറഞ്ഞ്. നമ്മൾ ആദ്യം ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ പൈസയുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ എന്ത് ആഗ്രഹവും നിങ്ങൾക്ക് നേടിയെടുക്കാം. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു പ്രശ്നം, ഒരു പിണക്കം, നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് 2 ദിവസമായി, പുറത്തൊക്കെയാണ് ഹസ്ബൻഡ്, എന്തോ ഒരു സൗന്ദര്യ പിണക്കം, വിളിക്കുന്നില്ല, എനിക്ക് ആ ഫോൺ കോൾ വരണം എന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മനസ്സിലിരുന്നുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നതായിട്ടും ഫോൺ വരുന്നതായിട്ടും അതിന്റെ സന്തോഷം നമ്മൾ ഫീൽ ചെയ്യുക. അതങ്ങനെ തന്നെ നമ്മൾ ചിന്തിച്ച്
ഉറപ്പായിട്ടും അത് വിളിക്കും. ആ ഒരു കോൾ വരും, നിങ്ങൾക്ക് 100% വരും. അതുപോലെ ഓരോ കാര്യങ്ങളും ആദ്യം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ കാര്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സഹവും ഇതിപ്പം നടന്നല്ലോ, എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചല്ലോ, അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം വരും അതിൽ. അപ്പൊ നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അടുത്ത നമുക്ക് കുറച്ചും കൂടെ വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഓരോ ചെറിയ ഇപ്പൊ എമൗണ്ട് 1000 കാണാം, പിന്നെ 10,000 കാണാം. ഇതൊക്കെ നടക്കുന്ന സംഭവം തന്നെയാണ്, 100% നടക്കുന്നതാണ്. പക്ഷെ ചെയ്യുന്ന രീതിയാണ്. ഇതിന് പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ആ സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുക. നമ്മുടെ മൈൻഡാണ് ഇതിന്. മൈൻഡ് ശാന്തമായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ അത് വീടാകാം, നിങ്ങൾക്ക് വലിയ വലിയ കാറാകാം, വലിയ ബിസിനസ് ആകാം, നല്ല ജോലിയാകാം, മക്കളുടെ കല്യാണമാകാം, ഇതെല്ലാം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. വിഷ്വലൈസേഷന് ഭയങ്കര പ്രാധാന്യമാണ്. അത് നടക്കുന്നതായിട്ട് കാണുക. നിങ്ങൾ കണ്ണടച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു 1000 റുപ്പീസ് ആണെങ്കിൽ ആ 1000 റുപ്പീസ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ATM-ൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ഇട്ട് തരുന്നു ആരെങ്കിലും, അതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഒരു ജോലിയാണെങ്കിൽ ആ നിങ്ങൾ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് ജോലി കിട്ടി, അതിന്റെ സാലറി കിട്ടുന്നു, അല്ലെ മക്കളുടെ കല്യാണമാണെങ്കിൽ അവർ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ള പോസിറ്റീവായിട്ട് കാര്യം കാണുക. ഒരു വീട് വെക്കുവാണെങ്കിൽ അതിന്റെ ബേസ്മെന്റ്, അതിന്റെ അടിസ്ഥാനം മുതൽ കെട്ടുന്നത് നിങ്ങൾ കാണുക. കെട്ടി അതിന്റെ ഹൗസ് വാമിംഗ് വരെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീടിനെ നിങ്ങൾക്ക് കാണുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ആ വീടിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. ഒരു ദിവസം ഒട്ടിച്ചു വയ്ക്കുക, എല്ലാ ദിവസവും ആ വീടിനെ നോക്കിയിട്ട് ഇതെന്റെ വീടാ, ഇതെന്റെ വീടാ, ഇതാണ് എൻ്റെ വീട്, അങ്ങനെ നിങ്ങൾക്കൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ലൊരു മെത്തേഡാണ്. അതിലൂടെയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യമേ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അത് സക്സസ് ആകുമ്പോൾ നമ്മുടെ മനസ്സിന് കൂടുതൽ സന്തോഷം വരും. അപ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്. അല്ലാതെ ഓടി ചെന്നിട്ട് വെറുതെ ഇരിക്കുന്ന ആരുടെ അടുത്തുള്ള വഴക്കും കൂടി മനസ്സ് സങ്കടപ്പെട്ട് എനിക്കിപ്പോ ഒരു 1,00,000 രൂപ വേണം, അല്ലെ 50,000 രൂപ വേണം, അല്ലെ 1000 രൂപ വേണം, എനിക്കങ്ങ് സങ്കടം, ആരും എനിക്ക് തന്നില്ല, എന്നാ ഇതങ്ങ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് ചെയ്തിട്ടൊന്നും നടക്കത്തില്ല. ശാന്തമായ മനസ്സിലെ ലോ ഓഫ് അട്രാക്ഷൻ നടക്കുകയുള്ളൂ. പ്രപഞ്ചവും കൂടെ നമ്മളെ സഹായിക്കും. പ്രപഞ്ചവും നമ്മളെ നോക്കും. നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ശാന്തമായിരിക്കുമ്പോഴാണ് ആ മെത്തേഡ് കൂടുതലായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, അത് സെലക്ട് ചെയ്യണം, അതിലേക്ക് നമ്മൾ ശാന്തമായ മനസ്സുണ്ടാക്കി ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ ചെയ്യുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ള വലിയ വലിയ കാര്യങ്ങൾ ആദ്യം കാണാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങളൊരു ചെറിയ കാര്യങ്ങൾ എന്ത് തന്നെയാലും ഇപ്പൊ പണത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതാണ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് കൊണ്ടുള്ള, അത് നിങ്ങൾക്ക് നടക്കാതിരിക്കുന്നതും നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഒരുപാട് ആൾക്കാർ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുറേ ആൾക്കാർ എനിക്കറിയാം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴും വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു മെത്തേഡ് കറക്റ്റായി കഴിഞ്ഞെന്ന് വെച്ചാൽ അവർ ഇതുപോലെ യോഗ ചെയ്യുന്നവരായിരിക്കും, പ്രാണായാമം ചെയ്യുന്ന, മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർക്ക് പെട്ടെന്ന് സാധിക്കും. അപ്പൊ നിങ്ങൾ കുറച്ച് പ്രാണായാമങ്ങൾ, ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പ്രാണായാമങ്ങളും ധ്യാനങ്ങളും നിങ്ങൾ കണ്ണടച്ച് വെറുതെ ഇരുന്ന് ഇങ്ങനെ മനസ്സിനെ, നിങ്ങളുടെ ഉള്ളിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്ത് മനസ്സിനെ ശാന്തമാക്കി വെച്ചിട്ട് നിങ്ങൾ ഏത് ആഗ്രഹവും സാധിക്കും. നിങ്ങളുടെ ഏത് സ്വിച്ച് വേർഡ് ആയാലും എല്ലാം പെട്ടെന്ന് റെഡിയാകുന്നത് ശാന്തമായ മനസ്സിലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുക. പല കൊച്ചുങ്ങളും, പല കുട്ടികൾ, ആൺകുട്ടികളൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞങ്ങളുടെ ബിസിനസ് പൊട്ടി, അത് ചെയ്ത് ഇത് ചെയ്ത് ഞാൻ അത് ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യണം? പക്ഷെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, പേഴ്സണലി എന്നെ വിളിക്കാവരെല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ആദ്യം നമ്മൾ കുറച്ച് മനസ്സിനെ ശാന്തമാക്കി വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗോൾ എന്തായാലും ആ ആഗ്രഹം നടന്നിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഞാൻ ഇപ്പം കുറച്ച് നാളെ അവൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലുള്ള മെത്തേഡുകളൊക്കെ ഞാൻ പറയാറുണ്ട്. അതും നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ജോലിക്കൊന്നും പോകാതിരിക്കില്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ട് പല ആൾക്കാരും അതിനകത്ത് കമന്റ് ഇട്ടു, ഇനി ജോലിക്കൊന്നും പോകണ്ടല്ലോ, ഈ നമ്പർ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അതൊക്കെ വെറുതെ നെഗറ്റീവ് കമന്റ് ഇടുക എന്നുള്ളത് ഓരോരുത്തരുടെ ബ്ലഡിലടങ്ങിയ കാര്യം. അതിനെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ കടമകൾ നിങ്ങൾ ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നടക്കും. ബൈ.